മുഖ്യമന്ത്രിയുടെ പര്യടനം നിലമ്പൂരിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് എടക്കര വഴിക്കടവ് പഞ്ചായത്തുകളിലാണ് മുഖ്യമന്ത്രിയുടെ റാലികൾ ഉള്ളത്. ഒപ്പം തന്നെ എം സ്വരാജിന്റെ പര്യടനം, സമഗ്രമായ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. LDF ക്യാമ്പിന്റെ ആവേശത്തെപ്പറ്റി, ആത്മവിശ്വാസത്തെപ്പറ്റി പറയാനായി ഷമി പ്രഭാകർ നിലമ്പൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന്. ഷമി, ഗുഡ് മോർണിംഗ്. പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് LDFന്റെ ഒരു വിലയിരുത്തൽ? മണ്ഡലത്തെക്കുറിച്ചുള്ള അവരുടെ ആത്മവിശ്വാസം, മുഖ്യമന്ത്രി കൂടി വന്നതോടെ ആവേശം അങ്ങ് കൊടുമുടി കയറുകയാണോ LDF ക്യാമ്പിൽ? തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ക്യാമ്പുള്ളത്. മുഖ്യമന്ത്രി ഇന്നലെ 2 പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. ഇന്ന് വഴിക്കടവിലും അതുപോലെ തന്നെ മറ്റൊരു പഞ്ചായത്തിലും അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങൾ നടക്കുന്നുണ്ട്. രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ LDF മുന്നോട്ട് വെക്കുന്നത്. രാഷ്ട്രീയമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളുമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്, ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അതിന് ബദലായി എന്താണ് UDFന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത് എന്ന ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിമിഷം വരെയും രാഷ്ട്രീയമായ ഒരു കാര്യവും അവിടെ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയമായ നിലയിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള വെൽഫെയർ പാർട്ടി പോലുള്ളവരുടെ പിന്തുണ പോലും സ്വീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലമ്പൂരിൽ UDF എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ കൈപിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന UDFനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെ അതിശക്തമായി തന്നെ LDF പ്രതിരോധിക്കുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി തന്നെ ജമാഅത്ത് ഇസ്ലാമി UDF ബാന്ധവത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ കാലത്തും സമൂഹം മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വിഭാഗമാണ്, മുസ്ലിം സമൂഹം മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി. മതരാഷ്ട്രമാണ് അവരുടെ ഒരു ലക്ഷ്യം. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുമായി കൈകോർത്തുകൊണ്ട് എങ്ങനെയാണ് UDFന് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്, LDF ഉയർത്തുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ വേറെ ചില വിവാദങ്ങൾ, നാടകങ്ങൾ ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു വലിയ പരിശ്രമം UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ചില നാടകങ്ങൾ സെറ്റിട്ട് നടത്തുന്ന ചില നാടകങ്ങൾ അവർ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ചില നടത്തിയിട്ടുള്ള ചില നീക്കങ്ങൾ, അതിന് സമാനമായ ചില നീക്കങ്ങൾ ഇവിടെയും നിലമ്പൂരിലും നടത്താൻ വേണ്ടിയാണ് അവർ ആലോചിക്കുന്നത്. പോലീസ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പരിശോധനകളെ പോലീസ് നടത്തുന്ന പരിശോധനകളായി വക്രീകരിച്ചുകൊണ്ട് തങ്ങളെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊരു ഇരവാദം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരാനുള്ള ചില നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് അവർ ചില മാധ്യമങ്ങളുടെ അടക്കം സഹായം ഇക്കാര്യത്തിൽ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ രംഗത്ത് വരും. എന്തായാലും LDFനെ സംബന്ധിച്ച് ഇന്ന് 2 പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. വളരെ വലിയ ഒരു ആവേശവും ജനക്കൂട്ടവും അദ്ദേഹത്തിൻ്റെ പരിപാടികളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തം സ്ഥാനാർത്ഥി സ്വരാജിനും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മനുവിനടക്കം ആ കാര്യങ്ങൾ ബോധ്യമുള്ള കാര്യവുമാണ്. വലിയ ഒരു സ്നേഹം ഈ കാര്യത്തിലുണ്ട്. UDF കേന്ദ്രങ്ങളെ ഇത് വല്ലാതെ ആശങ്കയിലാക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും വഴിക്കടവിലും എടക്കരയിലും ഇന്ന് മുഖ്യമന്ത്രി കൂടുതൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ പരാമർശിക്കും. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളടക്കം പോയിന്റ് ചെയ്തുകൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UDFനെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ ഒരു അജണ്ടയില്ല, ഒരു ലക്ഷ്യമില്ല. എങ്ങനെയെങ്കിലും ഈ 19-ാം തീയതി ഒന്ന് കടന്നു കിട്ടണം എന്ന ഒറ്റ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. അതുവരെ വിവാദങ്ങളിൽ പിടിച്ചുകൊണ്ട് വികസനം ചർച്ചയായാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകും എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയും വിവാദങ്ങളിലൂടെ, വർഗീയതയിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. LDFനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം LDF പരാതി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. കാരണം ഇവിടെ ചില കേന്ദ്രങ്ങൾ വളരെ വർഗീയമായ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ആൾക്കാരെ പോളറൈസ് ചെയ്യാനുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. വർഗീയമായ ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണമെന്ന് LDF ആവശ്യപ്പെടുന്നുണ്ട്. മനുഷ്യരെ വ്യത്യസ്ത ചേരികളിലാക്കി നിർത്തിക്കൊണ്ടുള്ള പ്രചരണം UDFന്റെ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്ന പരാതി LDF നൽകി കഴിഞ്ഞു. അക്കാര്യം നേരത്തെ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവർ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പിനെ ചർച്ചകൾ വഴിതെറ്റിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDF മുന്നോട്ട് നീങ്ങുകയാണ്. അതിൻ്റെ നാടകങ്ങൾ വരും ദിവസങ്ങളിലും നമുക്ക് കാണേണ്ടി വരും. ഇന്ന് അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് UDF നടത്തിയിട്ടുണ്ട്.
നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സെറ്റിട്ട പോലെ ചില സംഭവങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ വീഡിയോ എടുക്കുക, എന്നിട്ട് ചില മാധ്യമങ്ങൾക്ക് നൽകുക, എന്നിട്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതിക്രമം ഉണ്ടാകുന്നു എന്ന് പറയുക. യഥാർത്ഥത്തിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് മാത്രമേ ഇവിടെ ഏതൊരു കാര്യവും നടത്താൻ കഴിയൂ, അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താൻ കഴിയൂ. അത് പോലീസിൻ്റെ തലയിലേക്ക് വെക്കുക, എന്നിട്ട് ചില മാധ്യമങ്ങൾ അത് അതേപോലെ വിഴുങ്ങുക എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള വലിയ പരിശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ അത് കണ്ടും കേട്ടുമിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാതെ അത് സർക്കാരിന്റെ പാർട്ടിയുടെ മുന്നണിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ശ്രമത്തെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷമി. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് അതാണ് ഞാൻ പറഞ്ഞത്, ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു ചോദ്യം ഒരു ഭാഗത്തു നിന്നും ഉയരുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസ് എന്ന് പറയുന്നത് കേട്ട് വിശ്വസിച്ച് വാർത്ത കൊടുക്കുക എന്നുള്ളതാണോ ഒരു മാധ്യമധർമ്മം? മനു, നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണോ? ഇത് അങ്ങനെയല്ല, ഒരു ചോദ്യവും ഉയരുന്നില്ല. അപ്പോഴേക്കും കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രസിഡന്റിനെ വിളിക്കുകയാണ്, KPCCയുടെ മറ്റ് നേതാക്കന്മാരെ വിളിക്കുകയാണ്. ഈ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു നാടകത്തിലെ ഓരോ റോളും ഓരോരുത്തരും അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് ഒരു നിമിഷം മതി അത് മനസ്സിലാക്കാൻ. ഈ നാടകവും വരും ദിവസങ്ങളിലും കൂടുതൽ നാടകങ്ങൾ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഷാഫി പറമ്പിലാണ് അതിൻ്റെ അകത്ത് പ്രധാന താരം. നമുക്കറിയാം എന്തുമാത്രം നാടകങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെയും അവർ തന്നെയാണ്. കാരണം മറ്റുള്ളവരാരും ഇത്തരം നാടകങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റി നിർത്തിയിട്ട് പോലീസിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. അവിടെ പോലീസ് ഉണ്ടായിരുന്നോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമേ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ അത്തരമൊരു ചോദ്യം ചോദിക്കാൻ എന്തുകൊണ്ട് മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ കൃത്യമായ ഒരു നെക്സസ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം. മനു, ശരി ഷമി, ഞാൻ ഷമിയിലേക്ക് മടങ്ങി വരാം. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഈ പരിശോധന എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായും എന്തെങ്കിലും നടത്തണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണ്ഡലത്തിൽ എല്ലാത്തിൻ്റെയും ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സർക്കാരിന് അവിടെ യാതൊരു റോളുമില്ല. ഇപ്പോൾ ആ രീതിയിൽ വലിയൊരു വാർത്ത മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിൽ പരിശോധന നടത്തി, അത് CPIM-ന് വേണ്ടിയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം ഈ ഘട്ടത്തിൽ തന്നെ ആരോപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലത്തെ അധികാരി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് മാങ്കൂട്ടത്തിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പാലക്കാട്ടെ പെട്ടിക്കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ വരും സമയങ്ങളിൽ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വസ്തുത പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഞങ്ങൾ എത്തിക്കാം.